ബഹ്റൈനിൽ വീണ്ടും ഇറാൻ ആക്രമണം. ഇന്ന് സന്ധ്യയോടെയാണ് രാജ്യത്ത് വീണ്ടും സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായത്. ആക്രമണം ഉണ്ടായതായി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിറാജ് പള്ളിക്കരന്റെ വിശദാംശങ്ങൾ നൽകാനായി. സിറാജ്, എപ്പോഴാണ് ആക്രമണം ഉണ്ടായതായി പറയുന്നത്? എവിടെയാണ് ആക്രമണം ഉണ്ടായത്? ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ജീന, ഇറാൻ പ്രസിഡന്റ് മസൂദ് പസിയാൻ ഇന്ന് നടത്തിയ പ്രഖ്യാപനത്തിന് ശേഷവും ബഹ്റൈനിൽ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 5:45 ഇറാൻ നടത്തിയ ആക്രമണം. ദിവസങ്ങളായി രാജ്യത്ത് തുടരുന്ന ഈ സൈറൺ മുന്നറിയിപ്പുകൾ, സ്ഫോടന ശബ്ദം, ഇതിനൊക്കെയും തന്നെ ഒരു അറുതി വരുമെന്ന സമാസമായിരുന്നു പ്രവാസികളടക്കമുള്ള രാജ്യനിവാസികൾ. എന്നാൽ ഇന്ന് വൈകിട്ട് വീണ്ടും ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായി. സ്ഥിതിഗതികൾ ശാന്തമാണെന്ന പ്രതീക്ഷയെ അസ്ഥാനത്തൊക്കെയായിരുന്നു ഈ ശബ്ദങ്ങൾ തുടരെ കേൾക്കാൻ സാധിച്ചത്. ആകാശത്ത് വെച്ച് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ കാഴ്ചകളും കാണാൻ കഴിയുമായിരുന്നു. ഇറാന്റെ ആക്രമണമാണ് നടന്നത് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മനാമയിൽ വീടിനും ചുറ്റുമുള്ള നിരവധി കെട്ടിടങ്ങൾക്കും തീപിടുത്ത സാരമായ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ആക്രമണം എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. തീയണക്കാൻ ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിച്ചതായി സിവിൽ ഡിഫൻസ് അറിയിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ബഹ്റൈനിന്റെ വ്യോമസേന 70 മിസൈലുകളും 143 ഡ്രോണുകളും ഇതിനകം പ്രതിരോധിച്ചതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ ജനജീവിതം സാധാരണ നിലയിലാണ് എങ്കിലും വീണ്ടും ആക്രമണങ്ങൾ ഉള്ളത് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച നടപടി തുടരുകയാണ് എന്നതാണ്. ഇറാന്റെ ആക്രമണങ്ങളെ തുടർന്ന് രാജ്യത്തിന്റെ വ്യോമാതിർത്തി അടച്ച തീരുമാനത്തിന് സുരക്ഷാ കാരണങ്ങളാൽ നിലവിൽ മാറ്റമില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, സർക്കാർ പ്രഖ്യാപിച്ച വിവിധ നടപടികളുടെ ഭാഗമായി പൊതുസ്ഥലങ്ങളിലും റോഡുകളിലും കൂടുന്നതിനും ഒത്തുചേരലുകൾക്കും അധികൃതർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഇന്ന് രാജ്യത്തുണ്ടായ മറ്റൊരു പ്രധാന സംഭവ വികാസം.